ഹായ്, അപ്പോൾ ഞങ്ങളിത് ഓട്ടോനും ആദ്യം ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബ് എത്ര ഇനിയും 20 മിനിറ്റോ അത്ര കാണിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓട്ടോ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ 3 പെട്ടിയും പിന്നെ ഈ ബാഗും പിന്നെ ഇതും ഫുഡും അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ചു. നല്ല ട്രാഫിക് ഉണ്ട്. പലപ്പോഴിൻ്റെ ബസ്സിൻ്റെ സ്റ്റോപ്പിലാണ് ബസ് വരാൻ പറ്റും. ഇനി ഞങ്ങൾ ഇവിടുന്ന് മുംബൈക്ക് ബസ് പിടിച്ച് അവിടെ അന്ധേരിയിൽ ഇറങ്ങി അന്ധേരിയിൽ നിന്ന് ക്യാബ് പിടിച്ച് എയർപോർട്ടിൽ. ഒരാൾ ഫുൾ ഹീറോ സെറ്റപ്പിലാണ്. ഹൗ ഡു യു ഫീൽ? Excited. ഇതൊക്കെ ഞങ്ങളുടെ ലഗേജസ്. ഒരു ഫിസ് ബംപ്. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. ലഗേജൊക്കെ വയ്ക്കുകയാണ്. ഞങ്ങൾ ബസ്സിൽ കയറണം. ഒരാൾ സുഖമായ ഭക്ഷണം കഴിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ലെമൺ റൈസും ഒരു കറിയും ഒരു ക്യാപ്സിക്കും ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? കളർ കാണില്ല. Hello guys, welcome to our channel. ഇത് ഞങ്ങളുടെ ആനിവേഴ്സറി ട്രിപ്പിന്റെ വ്ലോഗ് സീരീസ് ആണ്. ഒപ്പം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് കൂടിയാണ്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ബാലി ഞങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഈ വീഡിയോസിൽ ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ലേണിംഗ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് എനി മോർ ടൈം ആൻഡ് ഗെറ്റ് ദ വ്ലോഗ് ഗോയിങ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങളിപ്പോൾ വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഞങ്ങൾക്കും മനസ്സിലാവണില്ല എങ്ങടാ പോകണ്ടേ. കഷ്ടപ്പാടാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി ഗൈസ്. ഞങ്ങൾ ഡിപ്പാർച്ചേഴ്സ് എവിടേക്കാണെന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെർമിനൽ 5-ലാണ് ഞങ്ങളോട് പോവുക. അല്ല ഗേറ്റ് നമ്പർ 5-ലേക്ക് പോകാനാണ് പറഞ്ഞത്. അവിടെയാണ് മലേഷ്യൻ എയർലൈൻസ്. ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോവാണ്. അല്ലേ, ബോർഡിംഗ് പാസ് അല്ലേ? ചെക്കിൻ, ഫസ്റ്റ് ചെക്കിൻ. ജസ്റ്റ് സെക്യൂരിറ്റി ചെക്ക്, ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് അവർ ജസ്റ്റ് പാസ്പോർട്ട് ചെക്ക് ചെയ്യും. പാസ്പോർട്ട് ശരിക്കും ഇതും ബോർഡിംഗ് പാസ് ചോദിച്ചു, പ്രിന്റ് എടുത്തിട്ടുണ്ടോന്ന്. അപ്പോൾ ഞാൻ ബോർഡിംഗ് പാസ് പ്രിന്റ് ഇല്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ടിക്കറ്റും പാസ്പോർട്ടും കാണിച്ചു തരാൻ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് വെരിഫൈ ചെയ്യിപ്പിച്ചു, പേര് പറയാൻ പറഞ്ഞു, അത്രയൊക്കെ തന്നെ ബേസിക്. ഞങ്ങൾ ചെക്കിൻ ചെയ്ത് ഇവിടെ എത്തി. ചെക്കിൻ ചെയ്തപ്പോൾ 2 ബാഗ് ക്ലിയർ ആയിട്ട് പോന്നു. വേറൊരു ബാഗ് അവിടെ റിജക്റ്റ് ആയിരുന്നു. സോ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ എല്ലാ ഇമിഗ്രൻസിനും പാസ്പോർട്ട് ലോഞ്ച് തപ്പി നടക്കുകയാണ് ആക്ച്വലി.
എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്, അനുൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്. ഇതിൽ ഫ്രീ ലോഞ്ച് ആക്സസ് ആക്ച്വലി ഉണ്ട്, പക്ഷെ ലോഞ്ച് കാണുന്നില്ല ഗൈസ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, 2 കാർഡും accepted ആയി. സോ ഇതാണ് ലോഞ്ച്, ലോയാലിറ്റി ലോഞ്ച്. ACT ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. ലോയാലിറ്റി ലോഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ആക്സസ് യൂസ് ചെയ്തു. അപ്പം അറിയില്ലെന്ന് ഉറപ്പില്ലായിരുന്നു, അതിന് ഉറപ്പുണ്ടായിരുന്നില്ല അതിൻ്റെ കാർഡിൽ ക്രെഡിറ്റ് കാർഡ് കയറാൻ പറ്റുമെന്നുള്ളത്. ICICIയിൽ പറഞ്ഞായിരുന്നു ഇതിൽ കിട്ടില്ല എന്നുള്ളത്, അതുകൊണ്ട് 2 രൂപയ്ക്ക് ഞങ്ങൾ ലോഞ്ചിൽ കയറി. 4 രൂപ കറക്റ്റ്. 4 രൂപ ലോഞ്ചിൽ കയറി ഭക്ഷണം കഴിച്ചു. പിന്നെ ഫുഡ് ജെയിൻ ഫുഡും കിട്ടും, വെജും എല്ലാം ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ചാർജിങ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ ഗേറ്റിൽ പോയിട്ട് കുറച്ച് നമ്പർ 77 കുറച്ച് ട്രാൻസിഷൻ വീഡിയോസ് ഒക്കെ എടുക്കണം. അപ്പോൾ ശരി, ബൈ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ഞങ്ങളുടെ ഗേറ്റ് 77. ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കൊണ്ട് അതാ നിൽക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എയർലൈൻസ്. അതാണോന്ന് അറിയില്ല, അത് സ്വിസ്സാണ്. ഓക്കെ, അവിടെയാണ് മലേഷ്യൻ എയർലൈൻസ്. So we are going first international trip. It's very excited. How do you feel? Excited. I don't want to jinx it. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. തലയാണ് ഇത് ഞങ്ങളാണോ വെറുതെ തലയാണ് കിട്ടി. പുറപ്പ് ഒരു ഹെഡ്സെറ്റ്, TV ഉണ്ട്. സോ ഞങ്ങൾ ആദ്യം തന്നെ സീറ്റൊക്കെ സെലക്ട് ചെയ്തിരുന്നു. സോ വിൻഡോ സീറ്റിനെ കിട്ടി. അപ്പോൾ അവരങ്ങനെ ഡ്രിങ്ക്സ് സെർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഇച്ചിരി വൈനും റെഡ് വൈൻ എടുത്തു. ഞാൻ ജ്യൂസും ഫ്രൂട്ട് ബോൾ അങ്ങനെ ചൂസ് ചെയ്തായിരുന്ന മെനു ആണത്. സോ ഞങ്ങളുടെ ഗേറ്റ് ഏതാ? C25 അല്ലേ? C25 ആണ് ഞങ്ങളുടെ ഗേറ്റ്. ഗേറ്റ് ഓപ്പൺ ആയെന്നാണ് കാണിക്കുന്നത്. നമ്മൾ കോലാലംപൂർ ഇറങ്ങിയിട്ട് ഡെൻപസറിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. വീണ്ടും ചെക്ക് ഇൻ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത് പല്ല് വയ്ക്കാനാണ് പോയത്. അതിനെ കൊണ്ട് പിന്നെ ക്യൂവിൽ നിർത്തി ബ്രഷും പേസ്റ്റും മാത്രം വലിയ പെട്ടിയിൽ വെച്ച് സ്റ്റാൻഡ് ചെയ്തു.
ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമട്ടും ചെക്കിൻ ഉണ്ടാവും. ഓൾറെഡി ചെക്കിൻ കഴിഞ്ഞ് വന്നാലും വീണ്ടും ചെക്കിൻ ഉണ്ടാവും. അപ്പം അതിന് റെഡി ആയിട്ട് വന്നാൽ മതി എല്ലാവരും. ഞങ്ങളങ്ങനെ മലേഷ്യയിൽ ഡെൻപസാറിലേക്ക് ഫ്ലൈറ്റ് കയറി. 9 മണിക്കാണ് ഫ്ലൈറ്റിൻ്റെ ടൈം അല്ലേ? 9 to 12. 3 മണിക്കൂറാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. ആക്ച്വലി ഇപ്പോൾ ഇന്ത്യൻ ടൈം 6:30 ഉണ്ട്. സോ നമ്മൾ 11:45 കയറി, 12:45, 1:45, 2:45, 3:45, 4:45, 5:45, ഓൾമോസ്റ്റ് 7 hours. അതിന് മുന്നേ നമ്മൾ 2 മണിക്കൂറായി ഇവിടെ എത്തിയിട്ട് 1.5 മണിക്കൂർ. അതെ, ഇവിടെ എത്തിയിട്ട് 1.5 മണിക്കൂർ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആപ്പിൾ ജ്യൂസാണ്. ഇതെന്താ നോക്കട്ടെ. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ നെയ്യിട്ട റവ മാവ് പോലത്തെ റവ മാവ്, പിന്നെ കട്ട്ലറ്റ് പോലത്തെ എന്തോ ഒരു സാധനം, ചോളയുണ്ട്, പിന്നെ ബ്രെഡുണ്ട്, ബട്ടറുണ്ട്, പിന്നെ പീനട്ടുണ്ട്, രണ്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ആപ്പിൾ ജ്യൂസ്. ബിയർ ആപ്പിൾ ജ്യൂസ്. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷന് പോവാണ്. ഇതാരാനു? ഓൺ അറൈവൽ എടുക്കാൻ വേണ്ടി വന്നു. ഇനോ അപ്പോൾ ഞങ്ങൾ വിസ എടുത്തു. വിസ എടുക്കാൻ കാർഡ് ഇവിടെ എത്ര 5% എക്സ്ട്രാ വരും. അപ്പോൾ അവർ പറഞ്ഞു സജസ്റ്റ് ചെയ്തത് US ഡോളർ കൊണ്ടുവരാനാണ്. അപ്പോൾ ഞങ്ങൾ US ഡോളറിൽ പൈസ കൊടുത്തു. എത്ര $32 അല്ലേ? $32. പിന്നെ പ്ലസ് എത്ര രൂപ വന്നിട്ടുണ്ടാവും? എത്ര ഡോളർ വന്നിട്ടുണ്ടാവും? $2 വന്നിട്ടുണ്ടാവും. അറിയില്ല എത്ര ഡോളർ GST ഉണ്ട്. GST അല്ല, ഐ മീൻ സർവീസ് ടാക്സ്. അപ്പോൾ കൂടിയിട്ട് ഞങ്ങൾക്ക് ബാക്കി പൈസ മുഴുവൻ ഇവിടുത്തെ 31 കിട്ടി. ഇന്തോനേഷ്യൻ റുപ്പയ ആയിട്ട് തിരിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഇമിഗ്രേഷൻ ഞങ്ങളുടെ ലഗേജ് എടുക്കാൻ പോകുന്നു. അങ്ങനെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പെട്ടികൾ അവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പെട്ടി എടുത്തു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഒരു സാധനമുണ്ട്, കസ്റ്റംസ് ഡിക്ലറേഷൻ. അപ്പം ഇതും ഇതേപോലെ ഓൺലൈനായിട്ട് ചെയ്യണം. ഞങ്ങളിത് ഓൺലൈനായി ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബാലിയിലെത്തി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഐറ്റിനറിയിൽ വേറെ പ്ലാനൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട്, ആനിവേഴ്സറി ആയതുകൊണ്ട്. ബാക്കി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.